പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയമാണിത്. മരണസംഖ്യ 28 തന്നെയാണ്. മുഖ്യ സൂത്രധാരൻ ലഷ്കർ ഭീകരൻ സൈഫുള്ള കസൂരി എന്നാണ് സൂചന. ടൂറിസ്റ്റുകൾക്കു നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ മലയാളിയും കൊല്ലപ്പെട്ടവരിലുണ്ട്. ലഷ്കർ ഇ തോയ്ബയുടെ പ്രാദേശിക വിഭാഗമായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഉന്നതതല യോഗം, അതിലെ വിലയിരുത്തലുകൾ, കണ്ടെത്തലുകൾ എങ്ങനെയാണ്? സേതു, തീർച്ചയായും വലിയ ഒരു ആക്രമണത്തെ നേരിടുകയാണ് രാജ്യം. അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ കശ്മീരിലെ പൂഞ്ചിൽ ഏതാണ്ട് ഷെല്ലാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന രൂപത്തിൽ ഒരു വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ യോഗത്തിൻ്റെ വിവരങ്ങൾ, യോഗത്തിൽ അജിത് ഡോവൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം. അതായത് ലഷ്കർ ഇ തോയ്ബ തീവ്രവാദികൾ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന കാര്യം അജിത് ഡോവൽ പ്രധാനമന്ത്രി ധരിപ്പിച്ചിട്ടുണ്ട്. അത് പാക് അതിർത്തിയായ കിഷ്വാറിലൂടെ അവർ കടന്ന് 7 അംഗ സംഘമാണ് വന്നിട്ടുള്ളത്. അവർ എത്തി, അതിനുശേഷം കോക്കർനാഗ് വഴി പഹൽഗാമിലെത്തുകയായിരുന്നു. അതായത് വടക്കൻ കശ്മീരിലും തെക്കൻ കശ്മീരിലേക്കുള്ള യാത്രാ ദൂരവും അല്ലെങ്കിൽ യാത്രയുടെ ദൈർഘ്യവും ഒക്കെയാണ് ഇപ്പോൾ അജിത് ഡോവൽ അദ്ദേഹം പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു കൊടുത്തത്. യോഗത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉണ്ടായിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട ആഭ്യന്തര മന്ത്രാലയം ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ യോഗത്തിലുണ്ടായിരുന്നു. എന്തായാലും ലഷ്കർ ഭീകരർ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത്, അല്ലെങ്കിൽ ആക്രമണത്തിന് ലഷ്കർ ബന്ധമുണ്ട് എന്ന കാര്യം കേന്ദ്ര സർക്കാർ ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇതിനോട് സമാന്തരമായി തന്നെ എടുത്തു പറയേണ്ടത്, പ്രദേശവാസികൾ നൽകിയ വിവരപ്രകാരമാണ് കാര്യങ്ങൾ. പൂഞ്ചിൽ പാക് പ്രകോപനം, അതായത് പാകിസ്ഥാൻ സൈന്യവും അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നുഴഞ്ഞുകയറ്റക്കാർ പൂഞ്ചിൽ പ്രദേശവാസികൾക്ക് നേരെയും ഇന്ത്യൻ സൈന്യത്തിന് നേരെയും വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് പ്രദേശം തട്ടാപ്പാനി സെക്ടർ, പൂഞ്ചിലെ തട്ടാപ്പാനി സെക്ടറിലാണ് ഈ പാക് പ്രകോപനം ഉണ്ടായിട്ടുള്ളത്. അത് പ്രദേശവാസികളാണ് ഇക്കാര്യം സൈന്യത്തെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇത് ഏറ്റവും പ്രധാനമായും ലഷ്കർ ഇ തോയ്ബയുടെ ഒരു നിഴൽരൂപമായിരുന്നു, അല്ലെങ്കിൽ നിഴൽരൂപമാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന രൂപത്തിൽ ഇന്നലെ മുതൽ വാർത്തകൾ വന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 2023 തന്നെ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഇന്ത്യ നിരോധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ നേരങ്ങളിലൊക്കെ, കഴിഞ്ഞ മണിക്കൂറുകൾ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. ഇവർ ഒരു കാരണവശാലും സൈന്യവുമായിട്ടല്ല ഇവരുടെ നേർക്കുന്ന ഏറ്റുമുട്ടൽ, സാധാരണഗതിയിലുള്ള സാധാരണക്കാരെ നേർക്കുനേർ ആക്രമിക്കുക എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് നിരോധിക്കുന്നതിന് മുമ്പ് ഇവർ നടത്തിയ ചില ആക്രമണങ്ങളെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം. ജമ്മു കശ്മീരിലെ ഗന്ദർബാലിൽ ഡോക്ടറെയും തൊഴിലാളികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയി വളരെ കുപ്രസിദ്ധി ആർജിച്ചൊരു സംഘടനയാണ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നിഴൽ രൂപം എന്ന് പറയുമ്പോൾ, അതിലേക്കാണ് ഞാൻ വരുന്നത്. നിഴൽ രൂപം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ലഷ്കർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. സൂത്രധാരൻ സൈഫുള്ള കസൂരിക്ക് ലഷ്കറിൻ്റെ കമാൻഡറാണ് അദ്ദേഹം. ലഷ്കറിൻ്റെ ഉന്നത നേതൃത്വവുമായൊക്കെ വലിയ ബന്ധമുള്ള ആളാണ് അദ്ദേഹം പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം. ഈ പ്രവിശ്യയിലും പാകിസ്ഥാനിലുമൊക്കെ നിരന്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നടത്തിയത് എന്ന കാര്യമാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ ഇപ്പോൾ ചർച്ച ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ലഷ്കറിൻ്റെ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അജിത് ഡോവൽ ഇക്കാര്യം പ്രധാനമന്ത്രി ധരിപ്പിച്ചിട്ടുണ്ട്. ഈ ബന്ധം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ലഷ്കറും ഈ തീവ്രവാദ ആക്രമണവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ആരാണ് സൂത്രധാരൻ എന്ന കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. എന്തായാലും ഏറെക്കുറെ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇത് മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായി അതിർത്തിയിൽ, പൂഞ്ച് സെക്ടർ പോലുള്ള അതിർത്തിയിലേക്ക് ഈ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രകോപനം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഇന്നലെ ഈ വാർത്ത വരുമ്പോൾ തന്നെ അതൊരു പ്രകോപനം മാത്രമായിരുന്നു. പക്ഷേ അത് എത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ടെന്നുള്ളത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുതന്നെയാണ് ഈ NIA സംഘം ഒരു ബൈക്ക് കണ്ടെത്തി എന്ന് പറയപ്പെടുന്നു. ഈ ബൈക്ക് അത് ഈ നമ്മൾ ഈ പറയുന്ന 7 അംഗ സംഘത്തിന്റെ തന്നെയാണോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് സ്ഥിരീകരണം? തീർച്ചയായും അത് ഇന്നലെ രാത്രി തന്നെ ഏറെക്കുറെ നമ്മൾ ഇന്നലെ സ്ഥിരീകരിച്ച വാർത്തയാണ്. നമ്മൾ ഇന്നലെ തന്നെ രാത്രി നൽകിയിരുന്ന വാർത്തയാണത്. ഒരു ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ആ ബൈക്കിന് നമ്പർ പ്ലേറ്റ് ഇല്ല. ഈ ബൈക്കിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ തെരച്ചിലും അന്വേഷണവും. പക്ഷേ ആ രൂപത്തിലേക്ക് അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതും അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബൈക്ക് ആരുടേതാണ്, എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് വന്നതെന്ന്. പക്ഷേ അതിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും അന്വേഷണം നടക്കുന്നത്. ഈ തിരച്ചിൽ തുടരുന്നതിന് സമാന്തരമായി എവിടെ നിന്ന് വന്നു, ഈ ഭീകരർ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ചാണ് സേതു നമ്മൾ നേരത്തെ തന്നെ ഇക്കാര്യം 7 മണിക്കും ഇക്കാര്യം നമ്മൾ സംസാരിച്ചിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലൊക്കെ നമ്മൾ പല രൂപത്തിൽ ആലോചനകൾ നടക്കുന്നുണ്ട്. ഇത് എവിടെ നിന്ന് വന്നു, ഈ ഭീകരർ എങ്ങനെ വന്നു? ഒരു ബൈക്കിൽ എന്തായാലും 7 പേർ വരില്ല. കൂടുതൽ ബൈക്കുകളുണ്ടോ, മറ്റു വാഹനങ്ങളുണ്ടോ, ഇവർക്ക് ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്ന രൂപത്തിലുള്ള അന്വേഷണവും ആലോചനകളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബൈക്ക് വളരെ നിർണായകമാണ്. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഇല്ല എന്നുള്ളതാണ് അതിനൊരു ബുദ്ധിമുട്ടായി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഇത് വളരെ നിർണായകമാണ്. ഇതെങ്ങനെയാണ് വന്നത്, അവിടെ ആ രൂപത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ആക്രമണം നടത്തിയ ശേഷം തിരിച്ചു പോയവർ, കാരണം ഈ
ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നതിന് പ്രതീക്ഷയും. കാരണം രാജ്യം അത്രമേൽ ജാഗ്രതയോടുകൂടി കാണുന്ന ഒരു വിഷയമാണിത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നുണ്ട്.